നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക് ഫ്രം പൂണോളൽ സിൽക്സ്. ഇന്നൊരു വളരെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റമാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. ബാപ്റ്റിസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആൺകുട്ടികളുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടല്ല, കോമൺ, പക്ഷേ എന്നാലും നല്ലൊരു ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെയ്തെടുത്ത ഒരു പാർട്ടിക്ക് ഓർഡർ കൊടുത്ത് ചെയ്യിപ്പിച്ചെടുത്ത വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കളക്ഷൻസാണ്. നമുക്ക് എപ്പോഴും ഒരുപാട് എൻക്വയറി ഉള്ള ഒരു കളക്ഷനാണ്. റോംപറും ജാക്കറ്റ് പോലെ ഇങ്ങനെ വന്നിട്ട് ബോയിഡയാണത്. ഇത് പ്യുവർ വൈറ്റ് ലിനനിൽ ഇങ്ങനെ ഒരു ചെറിയ ടൈ ഒക്കെ ആയിട്ട് ഇത് ജാക്കറ്റ് പോലെ ഇങ്ങനെ വന്നു റോംബർ. അതിൻ്റെ തന്നെ ഇന്നർ ബനിയൻ ഈ ഒരു പാറ്റേണിൽ രണ്ട് സെറ്റൊക്കെ ഉണ്ട്. ഇതിങ്ങനെ ഇതതിൻ്റെ ടവലാണ് വരുന്നത്. ഇത് കയ്യിലിടുന്ന ബുട്ടീസും കയ്യിലിടുന്ന ആ ഒരു സംഭവം, പിന്നെ ക്യാപ്പ് കണ്ടോ, വളരെ ക്യൂട്ടായിട്ടുള്ള ഓരോരോ കളക്ഷൻസാണ്. പിന്നെ റീത്ത്, കാൻഡിൽ എല്ലാം അടങ്ങുന്ന, ഇത് നമ്മൾ കൊച്ചുങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇത് ബാത്തിങ് ടവൽ, ക്യാപ്പോട് കൂടിയിട്ടുള്ള വളരെ ഒരു നല്ല ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്തതാണ്. ഇത് കാൻഡിൽ, ഇത് ബോയ്ക്കുള്ളതാണ്. ഒരു കളർ തീം അങ്ങനെ വരുന്നു. കൊട്ട, ഇതാണ് കൊട്ട. ഇതിങ്ങനെ ബാസ്ക്കറ്റിൽ വന്നിട്ടുള്ള ഒരു കളർ തീമിൽ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത്, പൊടിയൊന്നും ആവാതെ കുഞ്ഞു കുട്ടികളുടെ അല്ലേ, അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ കെയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2495 ആണ് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത്, ഇത് നമ്മൾ ഇങ്ങനെ മാറ്റാം, ഞാൻ എല്ലാം അഴിക്കുന്നില്ല. ഇത് ഒരു ചോക്ലേറ്റ് കളറിൽ, ഒരു ക്രീം കളറിലാണ് വരണേ. ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് ബോയുടെ തന്നെ. ഇതാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊട്ട. ഇങ്ങനെ ഒരു ക്രോഷോടെ ലേസൊക്കെ പിടിപ്പിച്ചിട്ട് സാറ്റിൻ റിബണിൻ്റെ ഒരു ടവലൊക്കെ കൊടുത്തിട്ട് വളരെ സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഓരോരോ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നല്ലൊരു ഭംഗിയുള്ള കോൺസെപ്റ്റാണ്. നമ്മളത്ര കെയർ ചെയ്താണ് ഇത് വെക്കുന്നത്. ഇത് വൈറ്റ് ആൻഡ് വൈറ്റ് റോംബർ, വൈറ്റ് കോട്ട്, വൈറ്റ് ഇന്നർ, എല്ലാം വൈറ്റ് തീമിലാണ്. ഇതാണ് വെരി സ്പെഷ്യലായിട്ടുള്ള ഓരോ ഒക്കേഷൻസിലേക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു പവിത്രത ഒട്ടും ചോർന്നു പോകാതെ നമ്മളും അത് കീപ്പ് ചെയ്യുന്നു. ഇത് ആൺകുട്ടികളുടെ തന്നെ ബോക്സ് ആയിട്ടാണ്. ഇതിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഒന്ന് തന്നെ. ക്രീം കളറിലേക്ക് കോട്ട് വരുന്നു, റോംബർ, ഷർട്ട് പോലെ ഇങ്ങനെ വന്നിട്ടുള്ള റോംബർ. ഇതാണ് തലയിൽ വെക്കുന്ന ക്രൗൺ, ഇത് കാൻഡിൽ, പിന്നെ എല്ലാം അതുപോലെ തന്നെ ബാറ്റ് ടവൽ, ക്യാപ്പ്, ബുട്ടീസ്. ഇതിങ്ങനെ ബോക്സ് ഐറ്റം. ഇതിൻ്റെ കളർ ചേഞ്ച് വൈറ്റ്, ഫുൾ വൈറ്റാണ് ഇത് വരുന്നത്. ഇത് ബ്ലൂ ആണ്, ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. ഇതിൻ്റെ വൈറ്റ് ആൻഡ് വൈറ്റും അല്ലേ. ഇതിൽ ബ്ലൂ, ക്രൗൺ, ബാറ്റ് ടവൽ, അങ്ങനെ ഈ ഒരു കോൺസെപ്റ്റിൽ. പിന്നെ ഇതിൻ്റെ ബോക്സിൽ തന്നെയുള്ള വൈറ്റ് ആൻഡ് വൈറ്റും ഉണ്ട്. ഈ ബോക്സ് ഐറ്റത്തിന് വരുന്നത് $1895 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ബോക്സ് ഐറ്റത്തിന്. നെക്സ്റ്റ് ബേബി ഗേൾ, ചെറിയ പഫ് സ്ലീവൊക്കെ ആയിട്ട് നെറ്റിൻ്റെ നല്ല ഡെക്കറേറ്റീവായിട്ട് ഡബിൾ ലെയർ നെറ്റ്, സാറ്റിൻ, സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ലൈനിങ്, സ്റ്റിഫ് നെറ്റ് കൊടുത്തിട്ടില്ല.
കാരണം കൊച്ചുകുട്ടികളുടെ ആകുമ്പോൾ ആ ഒരു ബാക്കിലേക്ക് ഇങ്ങനെ ഒരു സോഫ്റ്റ് ബട്ടൺ കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഇതിലേക്ക് ബാത്ത് ടവൽ വരുന്നു, പാൻറ്റീസ് വരുന്നു. ഇത് ചെറിയ സോഫ്റ്റ് ഇന്നറായിട്ട് ഇരിക്കുന്ന ഉടുപ്പ്, പിന്നെ ക്രൗൺ വരുന്നു, ക്യാൻഡിൽ, പിന്നെ നമ്മുടെ തലയിൽ വയ്ക്കുന്ന ബാൻഡ് അടക്കമുണ്ട്. ഇതാ വളരെ സോഫ്റ്റായിട്ടുള്ള വളരെ ക്യൂട്ടായിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ വയ്ക്കുന്ന ആ ഒരു ബാൻഡ്. എല്ലാം തന്നെ നമ്മളൊരു തീം. ഇത് ഒരു പിങ്ക് കളറിലേക്കാണ് കോമ്പിനേഷൻ വരുന്നത്. നമ്മുടെ ബാസ്ക്കറ്റ് വരുന്ന ക്രോഷോലേസൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് പിങ്ക് ഫ്ലവർ വെച്ച് കൊട്ടയും ഡെക്കറേറ്റ് ചെയ്തു. ഇതാണ് ഈ ഒരു ഫുൾ സെറ്റ് വരുന്നത്. ഇതിൻ്റെ കളർ ചേഞ്ചിൽ നെക്സ്റ്റ് വരുന്നത് ക്രീം കളറിൽ വന്നിട്ടുള്ള ഒരു സാൽമൺ പീച്ച് കളറിലേക്ക് ഫ്രോക്ക്, ബേബി ഫ്രോക്ക്, ഗേൾ ബേബിയുടെ തന്നെ. പിന്നെ ഇത് വൈറ്റ് ആൻഡ് വൈറ്റ്. ഫ്രോക്ക് വരുന്നത് വൈറ്റ് ആൻഡ് വൈറ്റ്, പീറ്റർ പാൻ കോളർ, ചെറിയ പഫ് സ്ലീവ്, ഇങ്ങനെ കുഞ്ഞു യോക്ക് പോർഷനിലേക്ക് ചെറിയ ഒരു സിൽവർ വർക്കുകൾ വരുന്നു. ഫ്രോക്ക് വരുന്ന ഇതുകൊണ്ടാണ്. ഡബിൾ ലെയർ നെറ്റ്. ഇത് കുട്ടിയുടെ തലയിൽ വയ്ക്കുന്ന ക്രൗൺ, പിന്നെ അങ്ങനെ അതിൽ വരുന്ന എല്ലാ സെറ്റുകളുമായിട്ട്. ഇത് ആ ഗൗണിൽ തന്നെ ബോക്സിൽ വന്നിട്ടുള്ളത് പ്ലെയിൻ. അയ്യോ, ഇതൊക്കെ വളരെ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള കളക്ഷനാണ്. ചെറിയ ഹാഫ് പേള്, ഡബിൾ ലെയർ സ്ലീവ്, കുഞ്ഞി ഒരു വർക്ക്, ഒരു ചെറിയ സാറ്റിൻ്റെയൊക്കെ ഇങ്ങനെ വർക്കൊക്കെ കൊടുത്തിട്ട് 4 ലെയർ വരെ ഇതിൻ്റെ ലൈനിങ് വരുന്നുണ്ട്. പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ലൈനിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഡബിൾ ലെയർ നെറ്റ്, 1 2 സാറ്റിൻ കോട്ടൺ ലൈനിങ്. ഇത് പ്യുവർ കോട്ടൺ ലൈനിങ് ആണ്. ഇങ്ങനെ റാഷസൊന്നും ഇല്ലാതെ ഉള്ള രീതിയിലുള്ള പ്യുവർ വൈറ്റ്. അതിൻ്റെ എല്ലാ സാധനങ്ങളും കൂടെ അടങ്ങിയിട്ടുള്ള ബോക്സ് ഐറ്റം. നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു സാൽമൺ പീച്ച് കളറിലൊരു ബാൻഡ് പോലെ റിബൺ, യോക്ക് സെറ്റ് ചെയ്തിരിക്കുന്നു, ഒരു കുഞ്ഞി യോക്ക്. ഇനി ഇതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ വൈറ്റ് ഹോളി കമ്മ്യൂണിയൻ്റെ കുറച്ച് കളക്ഷൻസും കാണിക്കാം. ഇതെല്ലാം നമ്മളുടെ ഓരോരോ ഡിസൈനിൽ ചെയ്ത് എടുപ്പിച്ചിരിക്കുന്ന ഹോളി കമ്മ്യൂണിയൻ. ഇത് 28 തുടങ്ങി 28 to 36 സൈസസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിലേക്കും ഡബിൾ ലെയർ നെറ്റ് വരുന്നുണ്ട്, സാറ്റിൻ വരുന്നുണ്ട്, സ്റ്റിഫ് നെറ്റ്, ചെറിയ അത്ര കുത്തിക്കൊള്ളുന്ന സ്റ്റിഫ് നെറ്റ് അല്ല, ഒരു മൈക്രോ നെറ്റ്. ഇതതിൻ്റെ ലൈനിങ് വരുന്നു. ഇതാ ഈ ഒരു കളർ, ഈ ഒരു പാറ്റേൺ അംബ്രല പോലെ ഇങ്ങനെ വന്നിട്ട് ഹാഫ് പേളൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ട് സാറ്റിൻ്റെ ബോ. ഹോളി കമ്മ്യൂണിയനോടനുബന്ധിച്ചുള്ള കളക്ഷൻസാണ്. വൈറ്റ് ബാപ്റ്റിസം, അതുപോലെ തന്നെ ഹോളി കമ്മ്യൂണിയൻ അങ്ങനെ വന്നിട്ട്. ഇതൊരു എ ലൈൻ കട്ടായിട്ട് വന്നിട്ട് ഡബിൾ ലെയർ നെറ്റൊക്കെയാണ്. ഇതാണ് ഈ യോക്ക് പോർഷനിലേക്ക്. ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്ന 2750 ആണ്. പല പല റേഞ്ചിൻ്റെ ഉണ്ട്, ഡിസൈനിനനുസരിച്ചിട്ട് മാറ്റമുണ്ട്. ഇത് ഡബിൾ ലെയർ നെറ്റ്, സാറ്റിൻ ലൈനിങ്, സ്റ്റിഫ് നെറ്റ് അങ്ങനെ അടങ്ങിയിട്ടുള്ള ഒരു സെറ്റ്. ഇതും എ ലൈൻ തന്നെ ഒരു ഡബിൾ അംബർലയാണ്. ഡബിൾ അംബർല സാറ്റിൻ വന്നിട്ട്. ഇത് സൈസ് 36 ആണ്. ഒരുവിധമൊക്കെ ഉള്ള ഒരു വലിയ കുട്ടിക്കൊക്കെ പറ്റിയിട്ടുള്ള. ഇത് ഹാഫ് സ്ലീവാണ്.
ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഓൾട്രേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിപ്പം ഫുൾ സ്ലീവായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നെറ്റ് എടുത്തിട്ട് അത് ജോയിൻ ചെയ്ത് നമുക്ക് തന്നെ ഇവിടെ നമ്മുടെ ഇൻ ഹൗസിൽ ചെയ്തെടുക്കാം. ഇത് ചെറിയൊരു ക്യാപ് സ്ലീവ് പോലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരൈറ്റാണ്. യോക്ക് പോർഷനിലേക്ക് ചെറിയൊരു സീത്രൂ ആയിട്ട്, പക്ഷെ അവിടെ ഒരു കോഡിങ് വർക്കൊക്കെ കയറ്റിയിട്ട് ഫ്ലവർ വെച്ചിട്ട് ആപ്ലിക്ക് ചെയ്തിട്ടുള്ള ഒരു ഫോമാണ്. ബാക്കിൽ അമ്പർല, ഫ്രണ്ടിൽ നിന്ന് ഒരു എ ലൈൻ കട്ടാണ് ഇതിന് വരുന്നത്. നെക്സ്റ്റ് വൈറ്റിൽ തന്നെ യോക്ക് പോർഷനിലേക്ക് ഫുൾ കോഡിങ് വർക്കും പേളും ക്രിസ്റ്റലും കൂടെ ഫിനിഷ് ചെയ്തിട്ട് പിന്നെ സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോൾ നല്ലൊരു ഷൈനിങ്ങോട് കൂടി നിൽക്കാൻ അന്നത്തെ ആ ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഒക്കേഷൻസിലേക്ക് കുട്ടികൾക്കൊക്കെ ഇത്ര ആനന്ദകരമായിട്ടുള്ളൊരു അനുഭൂതിയായി ഈശോയെ ആദ്യമായിട്ട് സ്വീകരിക്കുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ മാമോദിസ എന്ന് പറയുമ്പോഴേക്കും ആ ഒരു ദിവസത്തിൻ്റെ മനോഹാരിത, ക്രിസ്റ്റ്യനിങ്, അതൊക്കെ നമ്മളുടെ ഓരോരോ സ്മരണകളാണ്. ഇതെല്ലാം നമ്മൾ പിന്നീടുള്ള ഓർമ്മകളിൽ ഞാനൊക്കെ എപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ ഒരു ഹോളി കമ്മ്യൂണിയൻ ദിവസങ്ങളിൽ താന്നിപ്പുഴ പള്ളിയിൽ സെൻറ്റ് ജോർജ് ചർച്ചിൽ, സെൻറ്റ് ജോസഫ് ചർച്ചിൽ റവറൻ ഫാദർ ചക്കേത്തച്ഛനായിരുന്നു നമ്മളുടെയൊക്കെ ഒരു ഹോളി കമ്മ്യൂണിയൻ്റെ ആ ഒരു നിമിഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമ്മളുടെ ഇത്രയും വർഷങ്ങൾ പിന്നിടുമ്പോഴും നമ്മളുടെ ചെറിയ ചെറിയ ഓർമ്മകളിൽ ആ ദിവസങ്ങളിലുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ, അതൊക്കെ ഇങ്ങനെ ഒരിക്കലും മറക്കാത്ത ചെറിയ ചെറിയ ഓർമ്മകളിൽ നമുക്ക് തങ്ങി നിൽക്കുന്ന ഓരോരോ അവിസ്മരണീയമായ മുഹൂർത്തങ്ങളാണ്. അവിസ്മരണീയമായ മുഹൂർത്തങ്ങളിലേക്ക് ഒരു ചെറിയ കളക്ഷൻസാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനൊക്കെ ആയിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ ഡിസൈനേഴ്സിൻ്റെ ഒരു സഹായത്തോടു കൂടി മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് റെഡിമെയ്ഡായിട്ട് വന്നിരിക്കുന്ന കളക്ഷൻസാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാം, പക്ഷേ എപ്പോഴും എബ്രോഡുള്ള ഒരുപാട് കസ്റ്റമർ ഇതേക്കുറിച്ചിട്ട് എപ്പോഴും എൻക്വയറി ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മളുടെ ഒരുപാട് യൂണീക്കായിട്ടുള്ള കളക്ഷൻസാണ് ഇന്ന് നമ്മൾ കാണിച്ചത്. അപ്പോൾ അങ്ങനെ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.